എനിക്കൊരു സംശയം, ചില ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ടല്ലോ വളരെ ഭീകരമായ പ്രശ്നങ്ങൾ. ഈ മുഹമ്മദ് നബി ഈ ആക്ഷരിക ശരീരത്തിലാണ് പോയതെങ്കിൽ ഇപ്പൊ അദ്ദേഹം സഞ്ചരിച്ച വേഗത എന്നൊക്കെ പറയുന്നത് ഒറ്റ നൈറ്റ് കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വന്നതാ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു കുഴപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുറാക്ക് എന്ന് പറയുന്ന ജീവി ഇതുവരെ പ്രപഞ്ചത്തിലെ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സാധനത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു സ്വർഗീയ ജീവിയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇനി അതൊരു സ്വർഗീയ ജീവിയാണെങ്കിൽ മുഹമ്മദ് അതുവരെ സ്വർഗത്തിലോട്ട് പോയിട്ടില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ശരീരത്തിൽ ജീവിക്കുന്ന ആളാ. ഇദ്ദേഹത്തെ കൊണ്ട് ഈ ഭൂമിയുടെ ഉപരിതലം വിട്ട് പ്രകാശത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിച്ചെങ്കിൽ ഈ സാധനം കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെ പോയി വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നാമത് മുഹമ്മദീയർക്കാണ് 7 സ്വർഗവുമിട്ടുണ്ട്. ഇത് അങ്ങ് അറ്റം വരെ പോയിച്ച് തിരിച്ചു വരണ്ടേ. അപ്പൊ ഇതിപ്പോ നിലവില് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ആശ്ചര്യമായ ബോഡി പിന്നെ ബാക്കി കാണത്തില്ല. അത് ഒരഞ്ഞു കത്തി പറഞ്ഞു പോകും. അപ്പം അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? പിന്നെ ഇദ്ദേഹത്തിന് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വെളിയിലേക്ക്, നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് വെളിയിലേക്ക് പോയാല് ശ്വാസോച്ഛ്വാസ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ള ചോദ്യത്തിനേക്കാളും പ്രധാനപ്പെട്ടത് ഈ വേഗതയെ കുറിച്ചുള്ള പ്രശ്നം തന്നെയാണ്. ആറ്റംസ് എല്ലാം വിഘടിച്ചങ്ങോട്ട് പോകും, പിന്നെ ഒന്നും ബാക്കി കാണത്തില്ല. അപ്പൊ ഇതൊക്കെ ഈ അള്ളാഹുവിന് ഇതിന്റെ ശാസ്ത്രം ഒന്നും അറിയില്ലായിരുന്നാവോ? അതാണ് പ്രശ്നം. അള്ളാഹുവിന് ഈ ശാസ്ത്രം ഒന്നും അറിയത്തില്ല. സയൻസിന്റെ കാര്യമൊന്നും ചോദിക്കല്ലേ. അള്ളാഹു അത് ഈച്ചശാസ്ത്രവും പിന്നെ സൂര്യൻ ചള്ളവെള്ളത്തിലൊക്കെ മുങ്ങുന്ന ശാസ്ത്രമൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് വേറെ വേറെ ഒരു ചരിത്രപരമായ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇദ്ദേഹം പോയത് യെരുശലേമിൽ നിന്നാണോ തിരിച്ചു വന്നതാണോ യെരുശലേം ദേവാലയത്തിൽ? എവിടെയാ പുള്ളി പോയതല്ലേ യെരുശലേം ദേവാലയത്തിൽ നിന്നോ? അതെനിക്കറിയത്തില്ല. കേൾക്കുന്നില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ബ്രദറെ? അതെ, ഇവിടുന്ന് നേരെ മസ്ജിദുൽ അക്സയിലേക്ക് എന്നും മസ്ജിദുൽ അക്സയിലാണ് പിന്നെ പോകുന്നത് പുള്ളി. അവിടെ അത് വീണ്ടും പ്രശ്നമാണ് ബ്രദറെ. AD 70 പൊളിച്ചു കളഞ്ഞ പറഞ്ഞോ, ആ ദേവാലയം അവിടെ ഇല്ലാണ്ട് അവിടെ വല്ല കല്ലിന്റെ പുറത്തുനിന്നും കയറി പോയെന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും പിന്നെ ബ്രദറെ, അത് സംഭവം എന്ന് വെച്ചാൽ ബ്രദറെ, ഈ കഥയൊക്കെ പിൽക്കാലത്ത് വരുന്നതാണ്. അപ്പൊ ഇവർക്ക് ഈ ജെറുസലേം, അത് മറ്റുള്ളവരുടെ പുണ്യസ്ഥലങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഇവരുടെ ജനിതക സ്വഭാവമാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജെറുസലേം എന്ന് പറഞ്ഞ യഹൂദന്മാർക്കാകെ ലോകത്ത് ആകെപ്പാടെ കൂടെയുള്ള ഒരേ ഒരു വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അത് മാത്രമാണ്. അവിടെ മാത്രമേ അവനൊരു ആലയം പണിയാൻ അനുവാദമുള്ളൂ. എല്ലായിടത്തും പോയി പണിയാൻ പാടില്ല. ആകെ ഒറ്റ ഒരു ആലയമേ പണിയാൻ പാടുള്ളൂ. അത് ജെറുസലേമിൽ തന്നെ ആയിരിക്കുകയും വേണം. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവൻ അവിടെ ഇനി ഒരിക്കലും ആലയം പണിഞ്ഞ് അവന്റെ ദൈവത്തെ ആരാധിക്കരുത് എന്നുള്ള ചിന്തയിൽ പിശാച് ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണ്. ഈ ഒരൊറ്റ സംഗതിയുടെ പേരിലാണ് അവരിപ്പോഴും ജെറുസലേമിന്റെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജ കഥയില് ഇല്ലാത്ത ആലയത്തിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ നിന്ന് സ്വർഗത്തിൽ പോയി എന്നും പറഞ്ഞിട്ടുള്ള ഒരു കഥയുടെ പേരിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഭൂമി നമ്മുടെ ആ ഭൂമി ഇവർ കൈവശപ്പെടുത്തിയതല്ലേ, അതിക്രമിച്ചെടുത്തതല്ലേ? അതെ 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 അതെ. അപ്പൊ ഇത് അന്നേരം മുഹമ്മദ് ആകെ പണി അല്ല, ഷിജോമ്ര ആകെ പണി മേടിക്കല്ലോ. ഒരു ഹദീസിന്റെ അകത്ത് പറയുന്നത് എങ്ങനെയാണ്, വല്ലവന് ഭൂമിയിൽ നിന്ന് വല്ലതോ അതിക്രമിച്ചാൽ 7 ഭൂമിയിൽ നിന്ന് അതവന്റെ മാലയായിരുന്നു. ശരിയാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നതാണ് ആരോ ഓണാക്കി വെച്ചത്. ചരിത്രപരമായിട്ട് ഇത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലാത്ത ദേവാലയത്തിൽ കയറി നിസ്കരിച്ചെന്നും അവിടെ നിന്ന് പുള്ളി പൊങ്ങിപ്പോയെന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത് ശാസ്ത്രീയമായിട്ട് ഒരിക്കലും സാധ്യമാകത്തില്ല. എന്നാൽ ഇവിടെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയില്ല എന്ന് ചിലപ്പോൾ ചില മുഹമ്മദീരെങ്കിലും ചോദിച്ചേക്കാം. യേശുക്രിസ്തു പോയ സ്വർഗത്തിലേക്ക് ഉയർന്നു പോയത് ഒരു ട്രാൻസ്ഫേർഡ് ബോഡിയിലാണ്. അത് ബോഡി ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ്. ആ ശരീരത്തിന്റെ കപ്പാസിറ്റി എങ്ങനെയുള്ളതാണെന്ന് യേശു കാണിച്ചു. അത് എന്താ പറയുന്നത്, അടച്ചിട്ട റൂമിൽ കയറി വരാൻ കഴിയുന്ന ഒരു ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റമിക് ബോഡി, അത് ആറ്റങ്ങളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾക്കുള്ളിലൂടെയും മറികടന്നു പോകാൻ കഴിയുന്നതാണ് ഈ ട്രാൻസ്ഫിഗേർഡ് ബോഡിയുടെ പ്രത്യേകത. യേശു അത്തരം ഒരു ബോഡിയിലാണ്. അപ്പോൾ തന്നെ അത് ടച്ചബിൾ ആണ്. അത്തരം ഒരു ബോഡിയിലാണ് യേശു സ്വർഗത്തിലേക്ക് ഉയർന്നു പോയത്. അത് കണ്ടിട്ട് മുഹമ്മദ് ചുമ്മാ ഒരു ആശ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ പൊങ്ങി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നെന്നുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന് ഇങ്ങനെ പൊങ്ങി പോകാൻ വേണ്ടി യെരുശലേം ദേവാലയത്തിൽ പോയി നിസ്കരിക്കേണ്ടത് ഗതികേട് വന്നെന്നുള്ളതാണ് വേറൊരു കോമഡി. മക്കയേക്കടെ നീക്കണ്ട കുത്തി പറിച്ചിട്ട് മുഴുവൻ പറഞ്ഞിട്ട് പുള്ളിക്ക് പറ്റിയില്ല. പൊങ്ങി പോകുന്നതിന് തൊട്ട് പുള്ളിക്ക് യെരുശലേം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇതൊന്നും അത് പിൽക്കാലത്ത് കഥകൾ ഉണ്ടാക്കിയവരല്ല വളരെ. ഈ ഖുറാൻ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതായത് ഖുറാനകത്ത് എഡിറ്റിംഗ് നടന്നിട്ടുള്ളതിന്റെ തെളിവൊക്കെ അതിൽ വരുന്നുണ്ട്. ഈ സൂറ 17:1 അവിടെ ഇസ്രാ എന്ന് പറയുന്നത്, അതിന്റെ 17:1 വായിക്കുന്നത് തന്റെ ദാസനെ, അതായത് നബിയെ, ഒരു രാത്രിയിൽ
മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക് അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. നിശായാത്ര ചെയ്യിച്ചവർ എത്രയോ പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്രേ അത്. തീർച്ചയായും അവൻ, അതായത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. അതുപോലെ പറയുന്നത് നിശായാത്ര ഇവിടെ ഇവിടെ പറയുന്നത് കേട്ടോ, ഈ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക്, എന്നിട്ട് ആയിട്ട് പറയാണ് അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ഏത് ഇല്ലാത്ത മസ്ജിദുൽ അക്സ, ആ കാലത്ത് മുഹമ്മദിന്റെ കാലത്ത് ഇല്ലാത്ത മസ്ജിദുൽ അക്സയുടെ പരിസരം അനുഗ്രഹീതമാക്കി. അപ്പൊ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഈ മസ്ജിദുൽ അക്സ ഒക്കെ പണിത് കഴിഞ്ഞതിന് ശേഷമുള്ള ഏതോ ഒരു കാലത്ത് ഇവന്മാർ ഖുർആൻ എഡിറ്റ് ചെയ്തപ്പോഴാണ്. അപ്പൊ അവരുടെ തലമുറയിൽ നോക്കുമ്പോൾ മസ്ജിദുൽ അക്സ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇത് എത്ര കാലം മുമ്പ് ഉണ്ടായെന്ന് അവർക്ക് അറിയില്ല. അവർ വിചാരിച്ച് മുഹമ്മദിന്റെ കാലത്ത് ഇവിടെ ഇല്ലെന്ന്. അപ്പൊ ഇവന്മാരൊക്കെ തിരികെ വെച്ചതാണ് ഈ ആയത്ത്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട്. അത് ഈ ബുറാഖിന്റെ പ്രത്യേകത തന്നെ പറയുന്നത് ഈ കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്നു എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ഈ കണ്ണെത്തുന്നിടത്ത് കാലെത്തുമ്പോൾ കുഴപ്പം, ഈ ബുറാഖ് ഒറ്റ ജമ്പിങ് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ജമ്പിങ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണടയ്ക്കണം. അപ്പൊ ആദ്യത്തെ ജമ്പിങ് കഴിഞ്ഞ് കണ്ണടച്ചെങ്കിൽ സെക്കൻഡ് ജമ്പിങ്ങിന് പോസിബിലിറ്റി ഉള്ളൂ. കാരണം ആദ്യം ജമ്പ് കഴിഞ്ഞാൽ കണ്ണ് തുറന്നാ പിടിക്കുന്നത്, പിന്നെ കണ്ണ് എവിടെ വരെ എത്തുന്നു അങ്ങോട്ട് തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ ജമ്പിങ് എന്ന് പറയാൻ പറ്റത്തില്ല, പറക്കല് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ആ ഒരു യൂസേജ് തന്നെ അതൊരു എന്താ പറയുന്നത്, ഒരു ഇതെല്ലാം ഒരു സൈസ് ഫിക്ഷൻസാ ബ്രദറെ, ഒരു ഭാവന മാത്രമാണ്. ബ്രദറെ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പുക അടിച്ചെഴുതിയാണ് ബ്രദറെ, വെറുതെ ഒന്നല്ല, വലിച്ചിട്ട് എഴുതിയതല്ല, കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പുക അടിച്ചിട്ട് ചുറ്റും കൂടി വട്ടം. പിന്നെ നിശായാത്ര എന്ന വാക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു വാക്കിന് നമ്മൾ വില കൽപ്പിക്കേണ്ടതുണ്ട്. കാരണം നിശായാത്ര എന്ന് പറഞ്ഞാൽ അതെ, സ്വപ്നാടനം, അതുപോലെ ഈ നൈറ്റില്, അതായത് നിശ നടനം എന്നൊക്കെ പറഞ്ഞ ചില മാനസിക രോഗങ്ങളുണ്ട്. അതായത് ഉറങ്ങിക്കിടക്കുന്ന ആള് അദ്ദേഹം അറിയാതെ വീട് തുറന്ന് പുറത്തിറങ്ങി പോവുകയും റോഡിൽ നടന്നു പോവുകയും ചെയ്യുന്ന അത്ര ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിശാനടനം സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഒറ്റ നൈറ്റ് കൊണ്ട് തന്നെ എല്ലായിടത്തും പുള്ളിക്ക് നടന്നു പോയിച്ചു വരേണ്ടി വരും. അതൊരു സൈസ് നിശാനടനമാണ്. അപ്പൊ ഒരു സുബോധത്തിലാണെങ്കിൽ എന്നെ തന്നെ ഇത്രയും സ്ഥലത്ത് 9 സ്ഥലത്തൊന്നും ഒരു ദിവസം തന്നെ നടന്നു പോയി വട്ടം കറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടക്കത്തില്ല. അപ്പൊ ഈ നിശാനടനങ്ങളായിരിക്കണം പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. എല്ലാ വീടിനും തിന്നേക്കടെ പോയിട്ട് പുള്ളി തിരിച്ച് വീട്ടിൽ വന്ന് കിടക്കും. അപ്പൊ ഇത് പലരും കണ്ടിട്ടായിരിക്കണം ഈ ഹദീസ് പറഞ്ഞവര് പറഞ്ഞ് ആ ഒറ്റ രാത്രി കൊണ്ട് പുള്ളി എല്ലായിടത്തും നിന്ന് പോയിച്ചു വരും എന്നുള്ളത്. വാസ്തവത്തിൽ ഇതൊരു സൈസ് നിശാനടനമായിരുന്നായിരിക്കും ബ്രദറെ. അല്ലാതെ ഇതിനകത്തൊന്നും ഒരു പോസിബിലിറ്റി കാണുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു ഹദീസ് വായിക്കാം, മറ്റേ ഭൂമി പിടിച്ചെടുക്കുന്നതിന്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 45 ഹദീസ് നമ്പർ 1119 പേജ് 433. ഭൂമി അതിക്രമിച്ചെടുക്കുന്നവന്റെ ഇവിടെ രാവിലെ മുതൽ റേഞ്ച് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കേട്ടു. രാവിലെ മുതൽ റേഞ്ച് പ്രശ്നമാണെന്നുള്ളത്. രാവിലെ ഞാൻ വലിച്ചു കെട്ടി ഇവിടെ. സ്വഹീഹുൽ ബുഖാരി അധ്യായം 45 ഹദീസ് നമ്പർ 1119 പേജ് 433. ഹെഡിങ് ഇങ്ങനെയാണ്: ഭൂമി അതിക്രമിച്ചെടുക്കുന്നതിന്റെ കുറ്റം. സൗദ് ഇബ്നു സയ്യിദിൽ നിന്ന് റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടു, ആരെങ്കിലും ബ്രാക്കറ്റിൽ മറ്റൊരാളുടെ ഭൂമിയിൽ നിന്ന് വല്ലതും അതിക്രമിച്ചെടുത്താൽ ഖിയാമ നാളിൽ 7 ഭൂമിയിൽ നിന്നും അതവന്റെ കഴുത്തിൽ മാലയായി ഇടും. ഒരു ഹദീസുണ്ട്, സ്വഹീഹുൽ ബുഖാരി അധ്യായം 45 ഹദീസ് നമ്പർ 1120 പേജ് 433. ഇബ്നു ഉമറിൽ നിന്ന് നബി പറഞ്ഞു, അന്യായമായി ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമിയിൽ നിന്ന് വല്ലതും കൈവശപ്പെടുത്തിയാൽ അന്ത്യനാളിൽ അവനെ 7 ഭൂമി വരെ ആഴ്ത്തിക്കളയുമെന്ന് പറയുന്നുണ്ട്. ഈ പുള്ളി വേറെ ഭൂമി ഒന്നും പിടിച്ചെടുത്തിട്ടില്ല അന്യായമായിട്ട്. ഞാനിത് ബ്രദറെ ഇഷ്ടം പോലെ പിടിച്ചെടുത്തിട്ടുണ്ട് ബ്രദറെ. ആ പ്രദേശത്തുള്ള സകല ആൾക്കാരുടെയും ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുഴിച്ചു കുഴി വീഴുക എന്നുള്ള പരിപാടി. ഇനി അടുത്തത് ഞാൻ അനിൽ ബർണോ ജെന്റിൽ ബർണോ അല്ലെങ്കിൽ ചാക്കോ ബർണോ ആർക്കെങ്കിലും ഒരു ഉടുപ്പ് വന്ന് ആ ഉടുപ്പ് അങ്ങോട്ട് തരുന്ന എന്താ, ഞാൻ ഹദ്യ നൽകുകയാണ്, സ്നേഹത്തോട് തരികയാണ്. അത് നിങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേന് എനിക്ക് ദേഷ്യം ഉണ്ടായാൽ എന്റെ അവസ്ഥ എന്താ? ഞാൻ ആരാ വരുമ്പോ വല്ല സൈക്കോയാണോ? മുഹമ്മദിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 50 ഹദീസ് നമ്പർ 1167 പേജ് 451. അലിയിൽ നിന്ന് പട്ട് ഇഴ ചേർത്ത ഒരു പുതപ്പ് നബി എനിക്ക് ഹദ്യ നൽകി, ഞാൻ അത് ധരിച്ചു. അപ്പോൾ നബിയുടെ മുഖത്ത് കോപം ഞാൻ കണ്ടു, അതിനാൽ ഞാൻ അതെന്റെ ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്തു.
ദാനം കിട്ടിയ സംഭവം പുള്ളി ഇത് മറ്റവനത് ഇട്ടുകൊണ്ട് നടന്നപ്പോഴത്തേന് ആകെ പ്രശ്നം. അതപ്പോ പുള്ളി അത് കൊടുത്തു. ഇതെന്തൊക്കെ ഇടപാടാണ്. ഹദീസുകൾ വായിക്കും തോറും രസമാണ്. നമ്മള് എല്ലാരെയും ബ്രദറെ ഞാനൊരു കളിയാക്കുകയാണെന്ന് ഡൗട്ട് പറഞ്ഞു. ചോദിച്ചിട്ടെ ബ്രദറെ, ഈ ചോദിക്കും. ഖുറാനകത്ത് ഈ ഖുറേഷി എന്ന് പറഞ്ഞ സൂറ ഖുറേഷി 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഈ കാബ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണെന്നല്ലേ? അതായത് ഖുറേഷികളുടെ 360 വിഗ്രഹങ്ങളിൽ വെച്ചിരുന്ന ഒരു നമ്മുടെ ഈ ഖുറേഷികൾ നഗ്നരായിട്ട് ഹജ്ജ് നടത്തിയിരുന്ന അവരുടെ അമ്പലമായിരുന്നു കാബ. അത് അള്ളാഹുവിന്റെ ഭവനമാണെന്നാണ് ഈ സൂറ ഖുറേഷി 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ ഈ അള്ളാഹുവിന്റെ ഭവനം, മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹുവിന്റെ ഭവനം ഉള്ളപ്പോൾ എന്തിനാണ് ബഹുദൈവ വിശ്വാസികളായ അല്ലെങ്കിൽ പിഴച്ചുപോയ അക്രമികളായ യഹൂദരുടെ പള്ളിയിൽ പോയിട്ട് പുള്ളി ബുറാക്ക് യാത്ര ചെയ്ത് എന്തിനാ? യേശുബ്രദറെ പറഞ്ഞോ യേശുബ്രദറെ ഞാൻ എത്ര ചിന്തിച്ചിട്ടുണ്ട്. കേൾക്കാം. അതായത് മുഴുവനും ആ പിഴച്ചവരെ സമയത്ത് അതിക്രമികളുമായ യഹൂദന്മാരുടെ പള്ളിയിൽ പോയിട്ട് ഇയാൾ എന്തിനാ? അത് പിന്നെ മക്കയിലെ ഖുറൈശി ക്ഷേത്രത്തിലേക്ക് അങ്ങ് ആ 23 വർഷം, അതായത് 21 വർഷം വരെ അടുക്കാനെത്തില്ല. ഹിജ്റാബ്ദ് 8ാം വർഷം ആ തെളിവും കിട്ടുക. പള്ളി തകർന്നു പോയി പൊക്കോട്ടെ, പള്ളി നിന്നതായ ആ സ്ഥലം, ആ പ്രദേശത്തിനും മസ്ജിദ് എന്ന് പറയുന്ന കാടുകൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? മുഹമ്മദ് പോയ വഴിക്ക് ഈ ബുറാക്കിനെ പള്ളിയുടെ വാതിക്കലുള്ളതായ കല്ല് തുടച്ച് അവ കെട്ടിയിട്ട് പള്ളിക്കകത്ത് വരും. ബ്രദറെ, ഈ മൃഗത്തെ കല്ല് തുളച്ച് അതേ കയറോട്ട് കെട്ടിയിട്ടിട്ട് പുള്ളി പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചെന്ന് പറയുമ്പോഴത്തേന് അക്ബറിന്റെ വാദ 8 നില പൊട്ടിയില്ലേ? എവിടെ ചാക്ക പൊട്ടിയത്? ഒന്ന് പറഞ്ഞാട്ടെ, റിയാസിലേക്ക് വരാം. റിയാസെ ആക്രാന്തം കേൾക്കല്ലേ, ആക്രാന്തം കാണിക്കല്ലേ. കഴിഞ്ഞു. ഞാൻ ജിബു ബ്രദറിന്റെ ആൻസർ കഴിഞ്ഞു. റിയാസ് പറ, ഈ പള്ളി ഉണ്ടായിരുന്നു ഞാൻ അവിടെ? പറയാനുള്ളൂ, റിയാസ് പറ, പള്ളി ഉണ്ടായിരുന്നു അവിടെ? പള്ളി ഉണ്ടാവില്ല, അന്നത്തെ പള്ളി ഉണ്ടാവും. അന്ന് പള്ളി ഉണ്ടായിരുന്നു. അന്നത്തെ ഏത് പള്ളി? മസ്ജിദുൽ അക്സ തന്നെയാണ്. മസ്ജിദുൽ അക്സയെ കുറിച്ച് ചരിത്രം നോക്ക്. AD 700 അങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നുള്ള ചരിത്രം തന്നോളൂ താങ്കൾ. അതെ, എന്താ നിങ്ങൾ അറിഞ്ഞ ചരിത്ര രേഖ റെഫറൻസ്? അതാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യേകത. അതാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യേകത. റിയാസെ, നിങ്ങളെപ്പോലെ ഒരുത്തൻ വന്നിട്ട് ഞാൻ പ്രവാചകനാണ്, എന്നെ അള്ളാഹു പ്രവാചകനാക്കി എന്ന് പറഞ്ഞാൽ ഉടനെ ചാടിക്കറി ശരി താങ്കൾ ഇന്ന് മുതൽ പ്രവാചകൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് റിയാസ് ആൻസർ തരിക. റിയാസെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ സഹോദര, ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. അതേ വിധത്തിൽ തന്നെ തെളിവുകൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം. മനസ്സിലായ? അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് തരാം, അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് തരാം. എന്തോ അത് നമുക്ക് വിഷയമില്ല. ആധികാരികമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അതിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായിരിക്കുന്ന ഖുറാനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് തരണം. പക്ഷെ അങ്ങനെ തരുമ്പോൾ അത് വസ്തുതാപരമാണോ അല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിച്ച് നോക്കും. വസ്തുതകൾ അതിപ്പോ ഞങ്ങൾ ബൈബിളിൽ നിന്ന് തെളിവ് വരുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ പരിശോധിച്ച് നോക്കാം. വസ്തുതാപരമാണോ, ചരിത്രപരമായിട്ട് അത് ശരിയാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അതിന് തെറ്റൊന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. തെളിവ് തരണം, തെളിവ് സഹിതം സംസാരിക്കണം. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നു മസ്ജിദുൽ അക്സ ആണെന്ന്. ശരി, മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്നൊക്കെ നിങ്ങൾ ഇന്ന് പറയുന്ന ഈ പള്ളി ഇന്നിപ്പോ ഉള്ള ഈ സാധനം അത് മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നോ? അതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ കേട്ടല്ലോ റിയാസ് ഭായി, അതിന്റെ ഉത്തരം ഒന്ന് തരുക. ഫൈസലെ ഒന്ന് പ്രവാചക കാലഘട്ടത്തിന് മുമ്പേ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അതിന്റെ ചരിത്രം തന്നോളാനാ പറഞ്ഞു. അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾ ആദ്യം റിയാസ് ഇസ്ലാമിക ചരിത്രം ഫൈസൽ നിക്ക്. ഫൈസലെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. റിയാസ് ഉത്തരം കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഫൈസലിലേക്ക് വരാം. ഉണ്ട് ചാക്കോ, ഉണ്ട്. അന്നുണ്ട് മസ്ജിദുൽ അക്സ, ഇന്നുണ്ട്. എന്റെ സുഹൃത്തെ, മസ്ജിദുൽ അക്സ അന്നുള്ളതിന്റെ ചരിത്രം തന്നോളൂ നിങ്ങൾ. ആരാണ് ആ പള്ളി പണിത്? മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് അവിടെ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാവണം. ഇങ്ങനെ അവിടെ പള്ളി ഉണ്ടാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുസ്ലിങ്ങൾ അവിടെ പള്ളി എന്തോ നിങ്ങൾക്ക് എങ്ങനെ തെളിവ് തന്നാലും നിങ്ങൾ അത് റിയാസ് അള്ളാന്റെ സ്വഭാവം എടുക്കരുത്. അള്ളാഹിനോട് മുഹമ്മദിനോട് നാട്ടുകാർ തെളിവ് ചോദിക്കുന്നുണ്ട്. തെളിവാണ് ഫാസിലേക്കാണ് നിൽക്ക്.
ഈ മുഹമ്മനോട് ചോദിക്കുന്നത് നീ പ്രവാചകനാണെന്നുള്ളതിന് തെളിവ് ആലോചിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞത് തെളിവ് കൊടുത്താൽ ഇവന്മാർ വിശ്വസിക്കാൻ പോകുന്നൊന്നുമില്ല എന്ന് പറയുന്നത്. ആ വർത്താനം ഞങ്ങളുടെ അടുത്ത് പറയരുത്. നിങ്ങൾ തരുന്ന തെളിവ് സത്യസന്ധമാണ്, വസ്തുതാപരമാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അനിൽ അപ്പൊ ബ്രദർ, താങ്കൾ തെളിവ് തരും. ഞങ്ങൾ എങ്ങനെ തെളിവ് തന്നാലും നിങ്ങൾ വിശ്വസിക്കൂല. പിന്നെ അതാ ഞാൻ പറഞ്ഞു, ഇത് അള്ളാന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം എടുക്കണ്ട. അള്ളാന്റെ സ്വഭാവം കയ്യിൽ വെക്കി. അതിന്റെ മനുഷ്യനെ പോലെ ഒരു മലയാളിയെ പോലെ സംസാരിക്കേ. ഒരു മിനിറ്റ് ജയേഷ് ബ്രദറെ, ഒരു മിനിറ്റ്. റിയാസ് ഭായി ക്ലിയർ ആയിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ഒരു പള്ളി പണിതിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് എന്താണ്? ഹദീസിൽ നിന്ന് തന്നാൽ മതി. ആരാണ് ഇത് പണിതത്, എപ്പോഴാണ് പണിതത്, ഏത് വർഷത്തിലാണ്, ഒന്ന് തെളിവ് തരും. അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെളിവ് എന്താണ്? നിങ്ങൾക്ക് പിന്നെ എത്ര ആ പള്ളിയുടെ ചരിത്ര തെളിവ് ഇതിൽ ആരെങ്കിലും ഇസ്ലാമിക ചരിത്രം അക്കാദമിക പരമായി പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതിൽ ഉണ്ട്. പറഞ്ഞു. ഫാസിൽ പഠിച്ചിട്ടുണ്ടോ? താങ്കളൊന്ന് ഫാസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫാസിൽ ഭായി, എന്നാൽ റിയാസ് ഭായി പറയുന്നില്ലെങ്കിൽ ഫാസിൽ ഭായി പറയുക. ചരിത്രപരമായിട്ട് ഈ തെളിവുകൾ ഒന്ന് പറയും. മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും ഇസ്ലാമിക ചരിത്രം അക്കാദമിക തലങ്ങളിൽ പഠിച്ച ഫാസിലിനോട് ചോദിച്ചു. ഞാൻ പറയാം, നിങ്ങൾ തർക്കിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. അല്ല, താങ്കളെ ആ തെളിവും കിട്ടുക. നിങ്ങള് ഹിസ്റ്ററി ഓഫ് ദി അറബ്സ് എന്ന് പറയുന്ന ഒരു ബുക്കില്, ലോക പ്രസിദ്ധമായ ഹിസ്റ്റി എഴുതിയ ബുക്കിൽ അതിലുണ്ട്. പോരാത്തതിന് ഹിസ്റ്ററി ഓഫ് ദി അറബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ ഹിറ്റി, സിറിയൻ റൈറ്റർ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പീറ്റി പറയുന്നുണ്ടോ ഈ മുഹമ്മദിന്റെ കാലത്ത്? ഈ മുഹമ്മദിന്റെ കാലഘട്ടത്തിലല്ല, മുഹമ്മദിന്റെ കാലഘട്ടത്തിന് മുമ്പേ പള്ളിയുണ്ട്. മുഹമ്മദിന് മുമ്പ് മസ്ജിദുൽ അക്സ ഉണ്ടെന്ന് ഫിലിപ്പീറ്റി പറയുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ ആ പേര്, അതിന്റെ പേജ് നമ്പർ, ഫിലിപ്പീറ്റിയുടെ പുസ്തകം നമുക്ക് നെറ്റി കിട്ടുന്നതല്ലേ? നിങ്ങൾ പേര് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. നിങ്ങളുടെ ഈ മണ്ടത്തരം വിശ്വസിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ആ പുസ്തകം കാര്യമൊന്നുമില്ല. പേജ് നമ്പറും അതാ റെഫറൻസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ഫാസിലെ ഇവിടെ ക്ലിയർ ആയിട്ട് ചോദിച്ചു. അനിൽ ബ്രദർ ചോദിച്ചതിന് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു പുസ്തകത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അതിന്റെ പേജ് നമ്പർ പറയൂ. ഫാസിലിന്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ? എന്റെ കയ്യിൽ പുസ്തകമുണ്ട്, ഞാൻ പഠിക്കുകയാണ്. ആ പുസ്തകം ഒന്ന് എടുത്തോണ്ട് വന്നേ. ആ പുസ്തകം ആദ്യം എടുത്തോണ്ട് പോവാ. പുസ്തകം എടുത്തോണ്ട് വരിക സഹോദരൻ. ഇസ്ലാമിന്റെ ചരിത്രപാതയിലൂടെ ഫിലിപ്പീറ്റിയുടെ സാധനോട് ആ പുസ്തകം എടുത്തോണ്ട് വരിക സഹോദരൻ. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഫാസിൽ ഭായി അപ്പോഴത്തേക്കിനും പുസ്തകം എടുത്തുകൊണ്ട് വരുന്നതാണ്. നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആരും മൈക്ക് എടുക്കല്ലേ. അദ്ദേഹം പുസ്തകം എടുക്കാൻ പോയിരിക്കുകയാണ്. നോക്കി എടുക്കും. അലക്സ പള്ളി AD 700 മുമ്പ് അലക്സ പള്ളി ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു പള്ളിയിൽ ആരാണ് ആരാധന നടത്തിയിരുന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് തരണം. അത് സെമറ്റിക് റൈറ്റ്സ് പോലുള്ള ചരിത്രങ്ങൾ വായിച്ചാലേ സഹോദര കിട്ടുള്ളൂ. ഇസ്ലാം സെമറ്റിക് മതമല്ല സുഹൃത്തെ. ആദ്യം താങ്കൾ അത് മനസ്സിലാക്കി. ഇസ്ലാം കാട്ടറബികളുടെ മതമാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന മതം. താങ്കൾ ഫാസിൽ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി പറഞ്ഞത് മുഹമ്മദിന് മുമ്പ് അവിടെ പള്ളി ഉണ്ടായിരുന്നു. മുഹമ്മദിന് മുമ്പ് ഇസ്ലാം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അവിടെ ഒരു മുസ്ലിം പള്ളി വരിക? ഇസ്ലാം ഇല്ലെങ്കിലും ഇസ്ലാമിന്റേതായ കുറെ കാഴ്ചപ്പാടുകളും കുറെ സൂചനകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ചരിത്രം വായിക്കാതെ പറഞ്ഞിട്ട് നിങ്ങളെടുത്ത് തർക്കിക്കാൻ പറ്റത്തില്ല. നിങ്ങളെടുത്ത് കാരണം ഇവിടെ തെളിവ് കൊണ്ടത് മാത്രമേ തികച്ചും ചരിത്രബോധമില്ലാതെ സംസാരിക്കുന്നത്. ഇത്ര നേരമായിട്ട് ഫാസിലെ തെളിവ് കൊണ്ടുവന്ന ഫാസിൽ ഇത്ര നേരമായിട്ട് ഇപ്പൊ നിലവില് അല്ല, ഒരു സെക്കൻഡ്. റിയാസ് ആണോ ഫസിലാണോ സംസാരിക്കുന്നത്? ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. റിയാസ് ആണോ ഫസിലാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. ഫസിലാണ് സംസാരിക്കുന്നത്. റിയാസ് മ്യൂട്ട് ചെയ്യും. ഫസിൽ സംസാരിക്കും. എന്താ പറഞ്ഞ കേട്ടില്ല. എന്നോട് പറയൂ. ഞാൻ റെഫർ ചെയ്തിട്ട് എന്നാ താങ്കൾ മ്യൂട്ട് ചെയ്യോ. റിയാസ് സംസാരിക്കട്ടെ. മ്യൂട്ട് ചെയ്യോ. ഞാനൊന്ന് സംസാരിക്കട്ടെ. MN എന്താ പറയൂ. ഓക്കെ, ഞാനും ഈ സ്പേസ് ഷട്ടിൽ ഇല്ലാതെ എങ്ങനെ സ്പേസിൽ എത്തിയ മുഹമ്മദ്, ഇതൊരു സംശയം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ സ്പേസിൽ പോയിട്ടുണ്ടാകുക എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ അനിൽ പാസ്റ്റർ പറയുന്നത് ഒന്ന് ചരിത്രപരമായിട്ടൊന്ന് അന്വേഷിക്കാന്. ചരിത്രപരമായിട്ട് ഇതിലെന്താ തെളിവ് എന്നുള്ളത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു 600 വർഷം മുന്നേ തന്നെ
ദൈവം മനുഷ്യനായിട്ട് വന്നു, ആകാശത്തേക്ക് പോയി, അങ്ങനെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് പോകാൻ എന്നുള്ളത് മനസ്സിലായത്. പിന്നെ മസ്ജിദുൽ അക്സയുടെ കാര്യം, മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ ഓഫ് വർഷിപ്പ്, അക്സ എന്ന് പറയുന്നത് ദൂരെയുള്ളൊരു ടെമ്പിള്. അപ്പൊ ദൂരെയുള്ളൊരു ടെമ്പിൾ ഓഫ് വർഷിപ്പില് അവിടെ പോയി വർഷിപ്പ് ചെയ്തു. ഇതിനൊക്കെ മറുപടി പറഞ്ഞാണ് സുഹൃത്തെ, ഇതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഈ വാദത്തിനെതിരെയുള്ള ഞങ്ങളുടെ ക്രൈസ്തവരുടെ മറുപടിയും പറഞ്ഞതാണ്. പിന്നെ അതേ വാദം തന്നെ അല്ല, ഈ ചവച്ചത് തന്നെ പിന്നെയും പിന്നീട്ട് ചവയ്ക്കാൻ ഒരു ഇതും തോന്നുന്നില്ല, മുഖത്ത് തെറിക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അത് ഇങ്ങനെ വെറുതെ ഇതാകുമല്ലോ. എന്താ അനില അങ്ങനെ പറയുന്നത്? പിന്നല്ലാണ്ട് ഈ വാദത്തിന് ഞങ്ങൾ തെളിവ് ഖണ്ഡനം നടത്തിയതാണ്. ഈ വാദത്തിന് ഞങ്ങൾ ഖണ്ഡിച്ചതാണ്. ഇവിടെ ഖണ്ഡിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ വാദം പിന്നെയും കൊണ്ടുവരുന്നത് എന്തിനാണ്? ഞങ്ങളുടെ ഖണ്ഡനത്തിന് നിങ്ങൾ മറുപടി ഇതാ. നിങ്ങളുടെ ഈ വാദത്തിന് ഞങ്ങൾ മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ മറുപടിയിലുള്ള മിസ്റ്റേക്കുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ, അല്ലാണ്ട് ഇതേ സാധനം തന്നെ പിന്നെയും കൊണ്ടുവരുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് റിയാസിനെ ഞാനാണ് മ്യൂട്ട് ചെയ്തത്. റൂട്ട് മാപ്പ് മനസ്സിലായല്ലോ അല്ലെ? എങ്ങനെ റൂട്ട് മാപ്പ് ഒക്കെ മനസ്സിലായി. അതിന് മറുപടി ഒന്നാണ്, റൂട്ട് മാപ്പിന്റെ മറുപടിയും ഞങ്ങൾ കൊടുത്തതാണ്. അതുകൊണ്ട് അതും വിടും. കാരണം അള്ളാഹുവിന് പറ്റാതെ അല്ല, അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് ബ്രദറെ. അള്ളാഹുവിന് ഭൂമിയിലോട്ട് വരാൻ പറ്റത്തില്ല. അള്ളാഹു ആകെ വന്നത് മൂസായെ കാണാനായിട്ട് മരത്തിൽ കയറിയായിരുന്നത്. പക്ഷെ അള്ളാഹുവിനേക്കാൾ പവർഫുൾ ആണ് നിങ്ങളുടെ മുഹമ്മദ്. ഒറ്റ രാത്രി കൊണ്ട് ഇവിടുന്ന് അവിടം വരെ, അതും ഒറ്റ കുതിപ്പിന് സുവർഗത്തിൽ ചെന്നു, അള്ളാഹുവിനെ പിടിച്ചു മാറ്റിയിട്ട് കസേര കയറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അള്ളാഹു ആണോ അതോ മുഹമ്മദ് ആണോ സൂപ്പർ പവർ? നിങ്ങളിപ്പോ ഞങ്ങളെന്തായാലും ഒരു ഖുറേഷികൾ അതിനെ പിടിച്ചല്ലോ ഏകദൈവം ആക്കിയത്. അല്ല ബ്രദറെ, ഇവിടെ ഇപ്പോഴും ഇവിടെ ചർച്ച ഒരു മനഃപൂർവ്വം വഴിതെറ്റിച്ചാണ് ജനിച്ചെന്ന്. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ് മസ്ജിദുൽ അക്സ, മുഹമ്മദിന്റെ കാലത്ത് മസ്ജിദുൽ അക്സ ഉണ്ടായിരുന്നു. കഴിവില്ലെന്നാ പറയുന്നത്. മുഹമ്മദിന്റെ കാലത്ത് മസ്ജിദുൽ അക്സ ഉണ്ടായിരുന്നു. റിയാസ്, ചോദ്യം വളരെ പിന്നൊരു സംശയം ഉണ്ടായിരുന്നത്, ചോദിച്ചതിന്റെ മറുപടി മനുഷ്യ ശരീരം വെച്ച് അങ്ങനെ ഒരു സെക്കൻഡ് വെയിറ്റ്. എമ്മനോട് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയില്ല എന്ന് പറയുക, എന്തെങ്കിലും ഒന്ന് പറയാം. എന്തുണ്ടായിരുന്നു ചോദിച്ചത്? ബൈബിൾ മുഖദ്ദസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന മസ്ജിദുൽ അക്സ എന്ന പള്ളി, ഇന്ന് അവിടെയുള്ള പള്ളി, അതുണ്ടായിരുന്നു എന്നാണ്. മസ്ജിദുൽ അക്സയുടെ ട്രാൻസ്ലേഷൻ നോക്കൂ, എന്താണ് അർത്ഥം? അല്ല, ട്രാൻസ്ലേഷനൊക്കെ അത് കയ്യിൽ വെക്കി. ട്രാൻസ്ലേഷൻ ഒന്നും അല്ല. നിങ്ങൾ ഇന്ന് പറഞ്ഞ ജെറുസലേമിൽ ഉള്ള ആയതുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആ പള്ളി മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ് ചോദ്യം. അങ്ങനെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? ആ ഹദീസ് നിങ്ങൾ വായിച്ചു നോക്ക്. ബൈത്തുൽ മുഖദ്ദസ് എന്നും ഒക്കെ അവിടെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വിഷയാവതരണം കേൾക്കാൻ പാടാതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വിഷയാവതരണം ഞങ്ങളിവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനെതിരെ വരുന്ന വാദങ്ങൾക്ക് മുഹമ്മദ് വളരെ വ്യക്തമായിട്ട് മുഹമ്മദിന്റെ ഈ രാപ്രയാണത്തെ ഖുറൈശികൾ നിഷേധിച്ചപ്പോ ഞാൻ ആ ഹിജ്ർ എന്ന് പറയുന്ന ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു. അപ്പൊ അള്ളാഹു എനിക്കത് കാണിച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ചുള്ള അവരോട് സംശയം ചോദിച്ചവരോട് വിശദീകരിച്ചു കൊടുത്തു. പിന്നെ ഇബിൻ സാദത്തിന്റെ കിതാബൽ തബാഖത്തുൽ കബീർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കുറച്ചും കൂടി വിശദീകരിച്ച് ഇബിൻ സാദ് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അപ്പൊ കേൾവിക്കാരിൽ ചിലർ ചോദിച്ചു അതിന് എത്ര ഡോറുണ്ട്. അപ്പൊ ഡോറുകളുടെ എണ്ണം ഞാൻ അന്ന് കയറിയപ്പോൾ ഞാൻ ഡോറുകളുടെ എണ്ണം നോക്കിയില്ല. ഞാൻ അതുകൊണ്ട് ഡോറുകളുടെ എണ്ണം വരെ ഞാൻ ഓരോന്ന് എണ്ണി പറഞ്ഞു എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പുസ്തകമാണ്, കിതാബുൽ തബാഖത്തുൽ കബീർ, ബുക്ക് ഓഫ് മേജർ ക്ലാസസ്, അതിനകത്തുള്ളതാണ്. അത് സ്വഹീഹ് ഹദീസ് മുസ്ലിമിലുണ്ട്. അതിൽ ഡോറുകളുടെ എണ്ണം പറയുന്നില്ല. അവിടെ ഇതെനിക്ക് അള്ളാഹു കാണിച്ചു തന്നപ്പോൾ ഞാൻ അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സാധനം ഇത് എങ്ങനെ ശരിയാവുന്നതാണ് ചോദ്യം. കാരണം ചരിത്രപരമായി ഈ പ്രദേശം മുസ്ലിങ്ങളുടെ കയ്യിൽ വരുന്നത് രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്താണ്. അത് കഴിഞ്ഞ് ഉമയ്യാദ് ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മാലിക്കിന്റെ മരുമോൻ അൽ-വാലിദ് ആണ് ഇത് പൂർത്തിയാക്കുന്നത്. ഈ AD 705 അതായത് മുഹമ്മദ് മരിക്കുന്നത് AD 632 ആ കാലത്താണ്. 633 പുള്ളി മരിച്ച് പിന്നെയും 70 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പള്ളി അവിടെ പണിയപ്പെടുന്നത്. മുഹമ്മദ് മരിച്ച് 70 കൊല്ലം കഴിഞ്ഞ് പണിയപ്പെട്ട ആ പള്ളിക്കകത്ത് മുഹമ്മദ് പോയി 2 റക്അത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഉമറിന്റെ കാലത്ത് അവിടെ പള്ളി പണിയാൻ തുടങ്ങുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. മസ്ജിദുൽ അക്സ അവിടെ ഇല്ല. അവിടെ ആകെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ഒരു സിനഗോഗാണ്. അവിടെ ആകെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ സിനഗോഗ്, ആ സിനഗോഗ് വിളിച്ചറിയുകയും ചെയ്തു. അത് മസ്ജിദുൽ അക്സ അല്ല. അത് മസ്ജിദുൽ അക്സ അല്ല സുഹൃത്തെ. അവിടെ ഉണ്ടായിരുന്ന ആകെ യഹൂദന്മാരുടെ ഒരു സിനഗോഗ് മാത്രമാണ്.
ആ ടെമ്പിൾ എന്താണ് പറയുന്നത്? ആ ടെമ്പിൾ എന്താണ്? ആ ടെമ്പിൾ ആര് നിർമ്മിച്ചു? ആ ടെമ്പിൾ ആര് അത് നിർമ്മിച്ചു? ടെമ്പിൾ അല്ല. നിങ്ങൾക്ക് യഹൂദന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ടെമ്പിൾ അയ്യോ, അല്ല. യഹൂദന്മാരെ കുറിച്ച് ആ ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് അറിയില്ല. അതാണ് ആ ടെമ്പിൾ ആര് നിർമ്മിച്ചു? നിങ്ങൾ അതായത് ചരിത്രബോധമുള്ള ആളാണെങ്കിൽ ആ ടെമ്പിൾ ആരാണ് നിർമ്മിച്ചത്? യഹൂദന്മാരെ സംബന്ധിച്ച് ഫാസിൽ ഒരു സെക്കൻഡ്, യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ആകെ ഒരു ടെമ്പിൾ ഉള്ളത് ജെറുസലേം ദേവാലയം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം സിനഗോഗുകളാണ്. സിനഗോഗുകളാണ്. അതായത് ടെമ്പിൾ വേറെ, സിനഗോഗ് വേറെ. നിങ്ങൾക്ക് സിനഗോഗ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശബത്ത് ദിവസത്തിൽ ഒരുമിച്ച് കൂടാനും തോറ വായിക്കാനും വേണ്ടിയുള്ള സ്ഥലം. അവിടെ യാഗാർപ്പണങ്ങളില്ല, ആരാധനയില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് രണ്ടാണ്. ഉമറിന്റെ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു. അങ്ങനെയൊക്കെയാണ് ഉമറിന്റെ കാലത്ത് ഏറ്റെടുത്തില്ല. ഉമറിന്റെ കാലത്ത് അവിടെ ഇല്ല സുഹൃത്തെ. നിങ്ങൾ ചരിത്രരേഖ കൊണ്ടാ ആർക്കുള്ളതാണ്? ഉമറിന്റെ കാലത്ത് ഇല്ലെന്ന്. ഇല്ലാത്തൊരു സാധനം എങ്ങനെ ഏറ്റെടുക്കുന്നത് നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ ഇത് എന്താണ് നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങളൊരു തെളിവ് കൊണ്ടുവന്നോ? ഇതുവരെയായിട്ട് നിങ്ങളൊരു തെളിവ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കയ്യിലുള്ള തെളിവെന്ന് പറയും. തെളിവല്ല, ഞങ്ങൾ ഹദീസ് വായിച്ചതൂടെ. ജയ്സ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യും. ഒരാൾക്ക് പറയട്ടെ. ജയ്സ് ബ്രദർ പറഞ്ഞു എന്താ പറയാൻ വന്ന? അല്ല, ഇല്ലാതെ ഇവിടെ പറയുന്നത് നമ്മൾ അവിടെ നിന്ന് മസ്ജിദുൽ അക്സ ഉണ്ടായിരുന്നത് ഇല്ലായിരുന്നുള്ളതിന് തെളിവ് വരണമെന്ന്. അന്ന് ഉണ്ടായിരുന്നുള്ള തെളിവ് ഉണ്ടെങ്കിലല്ല നമുക്ക് ഇല്ലെന്നുള്ള തെളിവ് വരേണ്ടത്. ചരിത്രപരമായിട്ട് ഇല്ലാത്തൊരു സാധനത്തിന് എങ്ങനെ തെളിവ് തരും? അവിടെ ആകെ ഉണ്ടായിരുന്ന ജെറുസലേം ടെമ്പിൾ ആണ്. ജെറുസലേം ടെമ്പിൾ AD 70 സമയങ്ങളിൽ ജയ്സ് ബ്രദറെ ഞാനാണ് മ്യൂട്ട് ചെയ്ത് കാര്യം പറയാൻ വേണ്ടിയാണ്. ഒരു കാര്യം പറയാണ്. സോറി ഏബൽ ബ്രദറെ, താഴെ മെസ്സേജ് വരുന്നത് ഒരേ സമയത്ത് പലരും സംസാരിക്കുന്നവരോ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കറക്റ്റ് ജയ്സ് ബ്രദറെ, ഞാൻ ഇത് പറയാൻ മ്യൂട്ട് ചെയ്തു കേട്ടോ. സോറി. കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ജയ്സ് ബ്രദർ, ഒരു മിനിറ്റ് ഒരു കാര്യം. അനിൽ ബ്രദർ ഒരു കാര്യം മനസ്സിലാക്കണം. സംസാരിച്ചപ്പോൾ അതിന്റെ തെളിവുകൾ ഹദീസുകൾ നിരത്തിയാണ് സംസാരിച്ചത്. അജീഷ് ബ്രദറെ പാട്ടാണ്. ഓക്കെ, AD 70 കാലഘട്ടങ്ങളിൽ തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയം, അതിനുശേഷം അവർ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് അവരുടെ ആ ദേവാലയം പുനർനിർമ്മിക്കാനായിട്ട്. അതിനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെറുസലേമിൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു എന്താ പറയുന്ന ആരാധനാലയങ്ങളും ഇല്ല. അവർ നിർമ്മിക്കത്തുമില്ല, അവരുണ്ടാക്കത്തില്ല. കാരണം അവരുടെ ഏറ്റവും വിശിഷ്ടമായ ദേവാലയം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമാണ്. അത് AD 70 കാലഘട്ടങ്ങളിൽ തകർക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോ അവിടെ ഈ പറയപ്പെടുന്ന ഇസ്ലാം ഇന്ന് വലിയ പുണ്യകേന്ദ്രമാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ പറയപ്പെടുന്ന പള്ളി എന്ന് ആര് പണിതു, അതിന്റെ ചരിത്ര രേഖകൾ തരാനാ പറഞ്ഞത്. കാരണം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകണം അങ്ങനെ ഒരു പള്ളി, മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകണം. ഇത്രയും നാളായിട്ട് ജെറുസലേം ദേവാലയത്തിന് പകരമായിട്ട് ഒരു പള്ളി പണിയാൻ കഴിയാത്ത വിഷമത്തിൽ എല്ലാ ദിവസവും വിലാപത്തിന്റെ മതിൽ എന്ന് പറയുന്ന മതിലിന്റെ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ജൂതന്മാരുടെ ഫോട്ടോ ഗൂഗിളിൽ വെറുതെ ഒന്ന് തപ്പിയാൽ കിട്ടും. അപ്പൊ അവിടെ നിലവിൽ ഒരു ആരാധനാലയം ഇല്ല. പിന്നെ അവർക്കുള്ളത് സിനഗോഗുകളാണ്. സിനഗോഗുകളുടെ പ്രത്യേകത നേരത്തെ അനിൽ ബ്രദർ പറഞ്ഞ കണക്ക് അവർക്ക് സബത്ത് ദിവസം ഒത്തുകൂടാനായിട്ടും തൗറാത്ത് വായിക്കാനായിട്ടും തനക്ക് വായിക്കാനുമായിട്ടുള്ള സ്പേസ് ആണ് സിനഗോഗുകൾ. നിങ്ങളുടെ എന്താ പറയുന്നത് ഈ തൈക്കാവുകൾ എന്നൊക്കെ പറയത്തില്ലേ, അതിന് പകരമായിട്ടാണ് അവര് നിങ്ങളുടെ ഈ എന്താ പറയുക ജുമ നടത്താനായിട്ട് അല്ലാതെ നിങ്ങളുടെ മെയിൻ പള്ളി കൂടാതെ തൈക്കാവ് പോലുള്ള പള്ളികളില്ലേ, അതുപോലെയാണ് സിനഗോഗുകൾ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ ഒരു പള്ളി ഇല്ലാതിരിക്കെ ഈ അലക്സ പള്ളി അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിന്റെ ചരിത്രപരമായ തെളിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ആര് പണിതു, എന്ന് പണിതു? ഇതിനുള്ള തെളിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ AD 700 കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് വെച്ച് സംസാരിച്ചോളൂ. ഫൈസൽ ബ്രദർ കേട്ടിരുന്നോ ജയ്സ് ബ്രദർ പറഞ്ഞത്? ഫാസിൽ ബ്രദർ കേട്ടിരുന്നോ? ഞാനതിലേക്ക് വരാം, നിങ്ങൾ സംസാരിക്കുന്നു. ശരി, താങ്ക് യു. MN ബ്രദറെ, താങ്കൾ ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? ഞാന് പറയാം. പക്ഷെ ഇങ്ങനെ ഒരു പാത്വേ കൂടെ ഒക്കെ പോയ ഒരാൾക്കാട് പെട്ടെന്ന് ഒരു ടെമ്പിളൊക്കെ നിർമ്മിച്ചു പോകാൻ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ഈ മനുഷ്യ ശരീരത്തിലൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. പിന്നെ നോക്കിയാൽ സംശയമൊക്കെ മാറിയല്ലോ. ഇപ്പൊ ഇവിടെ ഈ വിഷയ സംബന്ധമായ സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിക്കും. അതെ, പിന്നെയാണ് ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ വിഷയത്തിൽ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വീട്ടിൽ ഇതിന്റെ റീസൈപ്പിച്ചൂടെ വ്യക്തമായിരിക്കാം. റിയാസ് ബ്രദറിന് എന്തെങ്കിലും പറയണ്ടോ തെളിവുകൾ വെച്ച്? അല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒന്ന് അതിന്റെ ഇടയിൽ ഒന്ന് പുറത്തു പോയതാ. ഓക്കെ, എന്നാ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആവർത്തിപ്പിക്കാം. ജയ്സ് ബ്രദറെ, ക്വസ്റ്റ്യൻ ഒന്ന് ആവർത്തിക്കാമോ? പുള്ളിക്കാരൻ റിയാസ് ബ്രദറെ, ഞാൻ പറഞ്ഞത് ഇതായിരുന്നു. AD ഇപ്പം അതായത്
യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിളാണ് ജെറുസലേം ദേവാലയം. അവർക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരാധനാ കേന്ദ്രം. അവിടെയാണ് അവർ യാഗങ്ങൾ, പ്രത്യേകിച്ച് പാപപരിഹാര ബലി, ധാന്യബലി, അങ്ങനെ ബലികൾ കുറേയുണ്ട്, കൃതജ്ഞതാ ബലി, ഇതെല്ലാം നടത്തുന്നത് അവർ ഈ ജെറുസലേം ദേവാലയത്തിലാണ്. പ്രധാന പുരോഹിതരൊക്കെ അവിടെയാണുള്ളത്. പിന്നുള്ളത് അവർക്ക് സിനഗോഗുകളാണുള്ളത്. സിനഗോഗുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തൈക്കാവ് പോലെയൊക്കെ ഇല്ല, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി കൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് നിസ്കരിക്കാനുള്ള ചെറിയ ചെറിയ തൈക്കാവുകളോ പണിയുന്നത് പോലെ അവർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അവർ താമസിക്കുന്ന ആ പ്രദേശത്ത് സിനഗോഗുകൾ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സബത്തിൽ ഒത്തുകൂടാനായിട്ടും തനക്ക് വായിക്കാനായിട്ടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് സിനഗോഗുകൾ. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയം, ജെറുസലേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ AD 700 കാലഘട്ടങ്ങളിൽ അലക്സ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് ആര് പണിതു, ഏത് കാലഘട്ടത്തിൽ പണിതു, അതിന്റെ ചരിത്രപരമായ തെളിവാണ്. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ റിയാസ് ബ്രദറിന് ഉത്തരം പറയാം. അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഞാനിപ്പോ എന്റെ അടുത്ത് റെഫറൻസ് ഒന്നുമില്ല. സുലൈമാൻ നബീന്റെ കാലത്ത് അത് റിയാസ് ബ്രദർ എന്നാണ് ഒരു എന്റെ സെക്കൻഡ്, വിശ്വാസം. റിയാസ് ബ്രദർ ഒരു ഞാൻ സെക്കൻഡ്, വായിച്ചിട്ടുള്ളത് റിയാസ് ബ്രദർ ഒരു സെക്കൻഡ്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഫാസിൽ മസ്ജിദുൽ ബ്രദറെ, അക്സ ഉണ്ടെന്നാണ്. ഫാസിൽ ബ്രദറെ, താങ്കൾ ഒരു മിനിറ്റ്, താങ്കൾ കേൾക്കാനായിട്ടാണ് ഞാൻ റിയാസ് ബ്രദറിനെ സ്റ്റോപ്പ് ചെയ്തത്. താങ്കൾ രണ്ടുപേരും മൈക്ക് കൊടുക്കുമ്പോൾ എക്കോ വരുന്നുണ്ട്. റിയാസ് ബ്രദർ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ ഒരു സ്പീക്കർ പാനലിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? റിയാസ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യൂ. അല്ല, റിയാസ് ബ്രദർ സുലൈമാൻ നബിന്റെ കാലത്ത് പിന്നെ മസ്ജിദുൽ അക്സ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ഉള്ളത്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ എന്റെ കയ്യിൽ റെഫറൻസ് ഒന്നും ഇല്ല, ഞാൻ വർക്കൽക്കുള്ള യാത്രയിലാണുള്ളത്. ശരി ശരി, ഒരു സെക്കൻഡ്. നിങ്ങൾ യാത്ര ഒഴിഞ്ഞു വല്ല സമയമുണ്ടോ? ഫാസിൽ ഇപ്പോഴും മ്യൂട്ട് ചെയ്യൂ, ഞാൻ താങ്കളിലേക്ക് വരാം. ജെയ്സ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യൂ. ഓക്കെ, എന്റെ ചോദ്യം ഇതായിരുന്നു. സുലൈമാൻ നബി എന്ന് പറഞ്ഞു. അങ്ങനെ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെ ജീവിച്ചിരുന്നു, എവിടെ ജനിച്ചു, ആരുടെ മകനായിരുന്നു, ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഈ സുലൈമാൻ അവിടെ ഇപ്പൊ ആകെ ഞങ്ങൾക്കറിയാവുന്ന സോളമൻ രാജാവിനെ പറ്റിയാ. സോളമൻ രാജാവ് പണിത പള്ളി എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമാണ്. ഈ പള്ളിയാണ് AD 70 കാലഘട്ടങ്ങളിൽ തകർക്കപ്പെടുന്നതും ഇന്നും യഹൂദന്മാര് ആ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് അല്ല വേണ്ടിയിട്ടാണ്. ബ്രദറെ, ചെറിയൊരു തിരുത്തുണ്ട് ബ്രദറെ, ചെറിയൊരു സോളമന്റെ പള്ളി നെബുക്കദ്നേസർ BC 606 നെബുക്കദ്നേസർ നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് BC 536 സെരുബാബേലെ കൂടി ചേർന്ന് അടിത്തറയിട്ടുകൊണ്ട് പുതിയ ഇതിന് അടിത്തറയിടുകയും അവർ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ പള്ളി അവിടെ പണിയുകയും ചെയ്തു. ആ ദേവാലയം പിന്നീട് ഹെരോദാവ് പുതുക്കി പണിത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഹെരോദാവ് അത് വലുതാക്കി ഭയങ്കര ടെമ്പിളാക്കി മാറ്റുകയും അത് AD 70 ജെറുസലേം ആക്രമണത്തിൽ, റോമാക്കാരുടെ ആക്രമണത്തിൽ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വന്ന് ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി അവൻ യഹൂദനെ സംബന്ധിച്ച് ആലയമില്ല, അവന്റെ ദൈവാലയം ഇല്ല. അങ്ങനെയാണോ ഉള്ളത്? അവർക്ക് ഇന്നുള്ളത് സിനഗോഗ് മാത്രമാണ്. അപ്പൊ ഈ വസ്തുത, ചരിത്രപരമായ വസ്തുത ഇങ്ങനെയായിരിക്കെ ഈ പറയുന്ന ഈ സംഭവം എങ്ങനെ ശരിയായിട്ട് വരും? മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന സാധനം, അവിടെ മുഹമ്മദ് ചെന്ന് 2 റക്കാത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായിട്ട് എങ്ങനെ ശരിയാകും? ഓക്കെ, റിയാസ് ബ്രദറെ കേട്ടിരുന്നോ? റിയാസ് ബ്രദർ. അല്ല, അതിനെന്താ പ്രശ്നം എന്താ ഉള്ളത്? അതിപ്പോ അന്നത്തെ പിന്നെ ഞങ്ങളിതില് സുലൈമാൻ നബിയാണ്, സോളമൻ എന്ന് പറയുന്നത് സുലൈമാൻ നബി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അദ്ദേഹം നിർമ്മിച്ചതാണ്. രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും വ്യത്യസ്തമാണ്. സോളമനും സുലൈമാനും തമ്മിൽ ബന്ധമൊന്നുമില്ല. താങ്കൾ പറഞ്ഞു. സുലൈമാൻ ആരാധിച്ചത് ഖുറൈശികളുടെ 360 വിഗ്രഹങ്ങളിൽ ഒന്നായ 3 പെമ്മക്കളുടെ വാപ്പിച്ചയാണ്. സോളമൻ ആരാധിച്ചത് അതായത് ദാവീദിന്റെ മകനായ സോളമൻ ആരാധിച്ചത് ദാവീദിന്റെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച യാഹുവയല്ല. ഒരു മിനിറ്റ്, സെബാസ്റ്റ്യന്റെ വാദമൊന്നും അല്ല സുഹൃത്തേ. നിങ്ങളുടെ ഖുറാനകത്തുള്ള കാര്യം ഞാനീ പറഞ്ഞത്. 3 പെമ്മക്കളുടെ വാപ്പിച്ചയായിരുന്നു മുഹമ്മദിന് മുമ്പ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള മുഹമ്മദിന്റെ വാപ്പയായ അബ്ദുള്ള ഉൾപ്പെടെ ആരാധിച്ച അള്ളാഹു 3 പെമ്മക്കളുടെ വാപ്പിച്ചയായിരുന്നു. ഈ 3 പെമ്മക്കളുടെ വാപ്പിച്ച ആരാധിച്ച സുലൈമാനാണോ? ഈ 3 പെമ്മക്കളുടെ വാപ്പിച്ച സുലൈമാൻ ജെറുസലേമിൽ പള്ളി പണിത ചരിത്രപരമായ തെളിവ് ജെയ്സ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ജെയ്സ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാം. റിയാസ് സംസാരിക്കും. റിയാസ് ഇപ്പൊ സംസാരിക്കും. ഇപ്പൊ താങ്കളുടെ അവസ്ഥ. അനിൽ ബ്രദർ ഇതൊക്കെ ഒരു വാദത്തിന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനത്തെ ഇത് വാദത്തിന് വേണ്ടിയുള്ളതല്ല സുഹൃത്തെ, വസ്തുതയാണ്. ഞാൻ താങ്കൾക്ക് ഒരു തെളിവ്, ഞാൻ സമയത്തിന്റെ പരിമിതി അതായത് ഈ നിങ്ങളുടെ ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ഈ ബൈബിളിലുള്ള അബ്രഹാം ഒന്നുമല്ല. ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം.
ഇവര് തമ്മിലുള്ള വ്യത്യാസം, ഈ പള്ളികൾ, അതായത് ഈ സുലൈമാനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം, അത് സ്വഹീഹ് ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1376 ഒരു കാര്യം പറയുന്നുണ്ട്. അബൂദർ പറയുന്നു, ഞാൻ ചോദിച്ചു, ദൈവദൂതരെ, ഒന്നാമതായി ഭൂമിയിൽ സ്ഥാപിതമായ പള്ളി ഏതാണ്? തിരുമേനി അരുളി, കാബ. പിന്നീട് ഏത് പള്ളിയാണ് സ്ഥാപിതമായത്? തിരുമേനി അരുളി, ബൈത്തുൽ മുഖദ്ദസ്. എത്ര കൊല്ലം ഇടവിട്ടാണ് ഇവ രണ്ടും സ്ഥാപിതമായത്? തിരുമേനി അരുളി, 40 കൊല്ലം ഇടവിട്ട്. തിരുമേനി തുടർന്നരുളി, ഇനി എവിടെ വെച്ചാണോ നമസ്കാര സമയമായത് അവിടെ വെച്ച് നമസ്കരിച്ചുകൊള്ളുക, അതാണ് പുണ്യരിക്കുന്നത്. സ്വഹീഹ് ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1376. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇബ്രാഹിം നബി കാബ പണിയുന്നു, അത് പണിത് കഴിഞ്ഞത് 40 കൊല്ലം ഇടവിട്ട്, 40 കൊല്ലത്തിനുള്ളിൽ എന്തുണ്ടാവുന്നു? നിങ്ങളുടെ സുലൈമാൻ നബി ഈ ബൈത്തുൽ മുഖദ്ദസും പണിയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബൈബിളിൽ ഇതനുസരിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിലെ അബ്രഹാമും ഈ സോളമനും തമ്മിൽ 1000 വർഷത്തെ ഗ്യാപ്പാണ്. ബൈബിളിൽ അബ്രഹാം ജീവിച്ചിരുന്നത് AD 2000. അത് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞിട്ടാണ് സോളമൻ വരുന്നത്. അപ്പൊ ഇത്രയും ഗ്യാപ്പുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇബ്രാഹിം നബി ഇത് പണിത് 40 കൊല്ലത്തിനുള്ളിൽ ബൈത്തുൽ മുഖദ്ദസും പണിതു. അപ്പൊ ഇതെന്ന് പറയുന്നത് അത് ബൈബിളിലെ സോളമൻ അല്ല, അതാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും സമകാലീനര, അല്ലെങ്കിൽ ഒരു തലമുറയുടെ മാത്രം ഗ്യാപ്പിലുള്ളവരാണ് ഇബ്രാഹിം സുലൈമാനും. ബൈബിളിൽ അബ്രഹാമും സോളമനും തമ്മിൽ 1000 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്നല്ല സുഹൃത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് വെറുതെ അത് സെബാസ്റ്റ്യന്റെ വാദമൊന്നും അല്ല, ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബൈബിളിലുള്ള ആളല്ല, ഇത് വേറെ ക്യാരക്ടറാണ്. അപ്പൊ അതിനെ നിങ്ങൾ സുലൈമാൻ നബി എന്ന് തന്നെ പറയും, സോളമൻ എന്ന് പറയില്ല, ഇബ്രാഹിം നബി എന്ന് തന്നെ പറയും, അബ്രഹാം എന്ന് പറയില്ല. അബ്രഹാം നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇടപെട്ടിട്ട് അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരുന്നത്. നിങ്ങൾ സോളമൻ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ അത് വേണ്ട, നിങ്ങളുടെ കിതാബിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ പേര് മാത്രം നിങ്ങൾ വായിച്ചാൽ പോരെ. ഈസാ നബി നിങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. യേശു നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇടപെടേണ്ടി വരുന്നത്. നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് നിങ്ങൾ സംസാരിക്കും. അല്ല, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. താഴെ ഒരു MST ഷാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഇവിടെ എന്തൊക്കെയോ നമ്മൾ ഭയങ്കര പ്രശ്നമായിട്ടാണ് ആ വ്യക്തിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഫാസിൽ ബ്രദർ ഉണ്ട്. ഫാസിൽ ബ്രദർ, ഇവിടെ താങ്കൾ സംസാരിച്ചിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ഫാസിൽ ബ്രദറെ? എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ എവിടേക്ക് എന്തൊക്കെ പ്രശ്നമുള്ളത് പോലെ തള്ളിപ്പറച്ചിലുകൾ, പ്രശ്നം വെച്ചാൽ താങ്കൾ ഒരു ഫോബിയ നമ്മുടെ വ്യത്യാസങ്ങളല്ല, താങ്കൾ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എന്ത് നിങ്ങളുടെ കിതാബിലുള്ള സംഭവമല്ല സുഹൃത്തെ പറയുന്നത്. ഞങ്ങൾ സംസാരിച്ചെല്ലാം പ്രമാണം വെച്ച് ഇപ്പൊ തന്നെ ഈ സുലൈമാനും സോളമനും. അല്ല, ഒരു സെക്കൻഡ്. ഫാസില്, താങ്കൾക്ക് സംസാരിക്കാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് ഇവിടെ? ഇല്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള ചരിത്രത്തിന്റെ എഴുത്തും വിവിധ രീതിയിൽ ഞാൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വിശ്വസിച്ചോളാം സഹോദര, താങ്കൾ തെളിവ് കൊണ്ടുവന്നാൽ മതി, ആ പ്രശ്നം അവിടെ കൊണ്ട് തീരും. ഓക്കെ, എനിവേ ഷാമി, താങ്കൾക്ക് കയറി വരണമെങ്കിൽ താങ്കൾക്ക് മേലോട്ട് കയറി വരാം. ഞാൻ ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടായിട്ട് ഇവിടെ സംസാരിക്കുന്ന സഹോദരന്മാർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് താങ്കൾക്ക് താഴെ ഇരുന്നുകൊണ്ട് തോന്നുന്നത്. എനിവേ, താങ്കൾക്ക് വേണമെങ്കിൽ ഇവിടെ കയറി വരാം. ഓക്കെ, ഇനി നിങ്ങൾ തുടർന്നോളൂ. അനലച്ച കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പിന്നെ മ്യൂട്ട് അടിക്കാൻ എന്താ? ആരും മ്യൂട്ട് അടിച്ചു